ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടിയുള്ള ഒരു മൂന്നാർ യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ദിവസം കൊണ്ട് അത്യാവശ്യം പരമാവധി കാഴ്ചകൾ കണ്ട് രാത്രി തന്നെ തിരിച്ചു പോരാൻ പാകത്തിനാണ് ഞങ്ങൾ പോയത്. രാവിലെ ഏകദേശം 3 മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഇരവികുളം നാഷണൽ പാർക്ക്, കൊളുക്കുമല ടോപ്പ് സ്റ്റേഷൻ, റോസ് ഗാർഡൻ എന്നിങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഞങ്ങൾ പോയത്. മൂന്നാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ചില തേയിലത്തോട്ടങ്ങളും മറ്റും ഇടയിലൂടെയുള്ള നമ്മുടെ ഒരു യാത്ര വളരെ മനോഹരമാണ്. തേയിലത്തോട്ടത്തിലൂടെ അല്ലാതെ നമുക്ക് മൂന്നാർക്ക് വരാനായിട്ട് പറ്റില്ല. ടാറ്റയുടെയും കണ്ണൻദേവൻ്റെയും ടീ എസ്റ്റേറ്റിൻ്റെ ഇടയിലുള്ള ഒരു ടൗണാണ് മൂന്നാർ. അത് രാവിലെ ഒഴികെ മിക്ക ഹോളിഡേയ്സിലും വീക്കെൻഡിലും ഒക്കെ മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു ടൗണാണ് മൂന്നാർ. ഇവിടുന്ന് നേരെ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. മൂന്നാറിൽ നിന്നും കാന്തല്ലൂരും മറയൂറും ഒക്കെ കഴിഞ്ഞു പോകുന്ന വഴിക്ക് ഒരു 8 കിലോമീറ്ററൊക്കെ വന്നാൽ ഇരവികുളം നാഷണൽ പാർക്ക് എത്തി. 200 രൂപയാണ് എൻട്രി ഫീ. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ വെബ്സൈറ്റ് വഴിയും ഇവിടെ നിന്ന് നേരിട്ട് വന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. തിരക്കുള്ള ദിവസങ്ങളിൽ അറ്റം വരെ ക്യൂ കാണും. എല്ലാവരെയും ഈ കാണുന്ന ബസ്സിലാണ് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ 1 കിലോമീറ്ററോളം കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഒരുപാട് ബസ്സുകളുണ്ട് ഇവിടെ ഒരു ബസ്സിലെ സീറ്റ് ഫുള്ളാവുമ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ബസ് ഇവിടെ വന്ന് കിടക്കും. അങ്ങനെ ഈ ബസ്സുകൾ ട്രിപ്പ് അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 20 മിനിറ്റ് ബസ് യാത്ര ചെയ്താൽ നമുക്ക് മുകളിലെത്താം. ഇനി കുറച്ച് ദൂരം കാഴ്ചകളൊക്കെ കണ്ട് മഞ്ഞും മഴയും ഒക്കെ കൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. ഇരവികുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ കേരളത്തിലെ ആകെയുള്ള നാഷണൽ പാർക്കുകളിൽ ഏറ്റവും ഉയരം കൂടിയ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. അതുകൊണ്ട് തന്നെ മഞ്ഞും മഴയും തണുപ്പും ഒക്കെ കൊണ്ട് നടക്കാൻ നല്ല സുഖമാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മലയായ ആനമുടി ഈ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. ഈ മലയുടെ ഒരു ഭാഗം എറണാകുളം ജില്ലയും മറ്റേ സൈഡ് ഇടുക്കിയുമാണ്. ഇവിടെ വന്നാൽ പ്രധാനമായും നമുക്ക് കാണാൻ പറ്റുന്നത് വരയാടുകളെയാണ്. ശരിക്കു പറഞ്ഞാൽ നാഷണൽ പാർക്ക് വന്നത് തന്നെ വംശനാശം നേരിടുന്ന ഈ വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നീലഗിരി താർ എന്ന് പറയുന്ന ഇവനാണ് തമിഴ്നാടിൻ്റെ ദേശീയ മൃഗം. പാറയും കല്ലുമൊക്കെയുള്ള തണുപ്പുള്ള സ്ഥലത്താണ് ഇവയ്ക്ക് താമസിക്കാനായിട്ട് ഇഷ്ടം. അതുകൊണ്ടാണ് തമിഴ് പാറ എന്നർത്ഥമുള്ള വരയും ചേർത്ത് വരയാട് ആയത്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. അവിടെ നിന്നും നമ്മൾ പോയത് കുളുക്കുമലയിലേക്കാണ്. ഈ കുളുക്കുമല ശരിക്കും തമിഴ്നാട്ടിലാണെങ്കിലും അങ്ങോട്ട് പോകുന്ന ഈ വഴി കേരളത്തിലുള്ള ഹാരിസൺ പ്ലാന്റിൻ്റെ തേയിലത്തോട്ടത്തിലൂടെയാണ്. ഈ തോട്ടത്തിനകത്ത് കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഈ കുളുക്കുമല കാണാനായിട്ട് വരണമെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്യാമ്പിൽ ബുക്ക് ചെയ്താൽ അവർ സൂര്യനെല്ലിയിലെ ജീപ്പിൽ നമ്മളെ അങ്ങോട്ട് പിക്ക് ചെയ്തോളും. അതുമല്ലെങ്കിൽ 2000 രൂപ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മുകളിലെത്തിച്ചു തരാനായിട്ട് ഒരുപാട് ജീപ്പുകൾ അവിടെ ഉണ്ടാകും. 2000 രൂപയ്ക്ക് 6 പേർക്ക് കയറാം. ഇവിടെ റോഡുകൾ കട്ടയും കല്ലും ഒക്കെ നിറഞ്ഞതാണ്. അങ്ങനെ കുളുക്കുമലയിലേക്ക് കുലുങ്ങി ഒരുവിധം മുകളിലെത്തി.
അവിടെ ചെന്നതിന് ശേഷം കുറച്ച് ദൂരം നമുക്ക് നടക്കാനായിട്ടുണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച നല്ല കോടയായിരുന്നു. അത് കൂടി കൂടി വന്ന് ഒന്നും തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയായി. നല്ല ദൂരമുണ്ട് അതിൻ്റെ അറ്റം വരെ പോകുവാനായിട്ട്. എന്തൊരു ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ട്, ഒരു രക്ഷയുമില്ല. നല്ല വ്യൂ ആണ്, പോരാനേ തോന്നുകയില്ല. തിരിച്ച് താഴേക്ക് ഇറങ്ങി ഞങ്ങൾ ജീപ്പിൽ താഴത്തേക്ക് പോന്നു. അപ്പോഴേക്കും നല്ല മഴ പെയ്തു തുടങ്ങി. റോഡുകൾ ചെളിയും കട്ടയും മറ്റും വളരെ ബുദ്ധിമുട്ടാണ് ജീപ്പ് പോകുന്നത്. ശരിക്ക് പിടിച്ചിരുന്നില്ലെങ്കിൽ താഴേക്ക് വീഴുമെന്ന അവസ്ഥയാണ്. ആ ജീപ്പിലിരുന്ന് താഴെ എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ മനോഹരമായിരുന്നു. പാറയുടെ മുകളിൽ നിന്നും വെള്ളം ചാടുന്ന കാഴ്ച എത്ര ഭംഗിയാണ്, നോക്കി നിന്നു പോകും. അവിടെ നിന്ന് പോരുവാനായിട്ട് നമുക്ക് തോന്നുകയില്ല. കുറച്ച് നേരം ഞങ്ങൾ ആ കാഴ്ച കണ്ട് അവിടെ നിന്നു. അവിടെ നിന്നും താഴേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കരുതിയിരുന്നു. നല്ല ഹോട്ടലുകളൊന്നും തന്നെ അവിടെ കണ്ടിരുന്നില്ല. അപ്പോഴേക്കും മഴയെല്ലാം മാറി നല്ല തണുപ്പുള്ള അന്തരീക്ഷമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് റോസ് ഗാർഡനിലേക്കായിരുന്നു. ഒരുപാട് തരത്തിലുള്ള ചെടികളും പൂക്കളുണ്ടാകുന്ന ചെടികളും അല്ലാതെയും ക്രീപ്പിംഗ് പ്ലാന്റ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഡാലിയ പോലുള്ള നല്ല ഭംഗിയുള്ള കുറേ ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. അസേലിയ പോലുള്ള ചെടികളെല്ലാം നല്ല ഫ്ലവറാണ് ഉണ്ടായിരുന്നത്. നല്ല അറേഞ്ച് ചെയ്തേക്കണത് കൊണ്ട് കാണാനും നല്ല ഭംഗിയായിരുന്നു.
അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ്. ഒരുപാട് ഫ്ലവറുകളുണ്ട് അവിടെ. ഫോട്ടോ എടുക്കലിന് ശേഷം ഞങ്ങൾ തേയിലയും ചോക്ലേറ്റും ഒക്കെ വാങ്ങുന്ന കടകളിൽ നിന്നും അതെല്ലാം വാങ്ങി രാത്രിയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.